നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നീയില്ലാത്ത ജീവിതം എനിക്ക് ദുഃഖമാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി അങ്ങനെയാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരാളുടെ ആകുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ വൈബ്രേഷൻ വളരെയധികം ഹൈ വൈബ്രേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വളരെയധികം ലോ വൈബ്രേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ലോ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമായിരുന്നു. അതായത് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അഭിപ്രായം പറയാൻ കഴിയാത്ത അവസ്ഥ, ഇതിലൂടെയൊക്കെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പലപ്പോഴും വെറും പാഴാണെന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഹൈ വൈബ്രേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്താഗതിയും ഉയർന്ന മാനിഫെസ്റ്റേഷനും ഉയർന്ന ആഗ്രഹവും ഉയർന്ന സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുമുള്ള പോസിറ്റീവ് എനർജിക്കും ഉയർച്ചകൾക്കും വേണ്ടിയിട്ട് ഈ വ്യക്തി നന്നായി തന്നെ പരിശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു ജോലിയും വരുമാനവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പുറം നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ ആയിട്ട് നല്ലൊരു ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ തൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മറന്നു കളയാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിനു മുന്നോടിയായിട്ട് ഈ വ്യക്തിയോടൊപ്പം കൈകോർത്ത് ചേർത്ത് പിടിക്കാൻ നിങ്ങളും വേണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തെന്നില്ലാത്ത വിശ്വാസമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നേറുവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂടെയില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ജീവിക്കാനാവുകയില്ല. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരാഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ സ്വപ്നമാണ് നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളിലെ പവിത്രത തന്നെയാണ് ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളുമായി സംസാരിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തിയുടെ കോൺഫിഡൻസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ള കോൺഫിഡൻസോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടും സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടും തനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേർന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് പറയാനും വേണമെന്ന് പറയേണ്ടടുത്ത് വേണമെന്ന് പറയാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയും ഫേസ് ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, ഈ ഭൂമിയിൽ ആരെങ്കിലും ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിൽ, ഏതൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷേ അത് ഒരിക്കലും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളല്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അത് സാഹചര്യം ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ആ ഒരു രീതിയിലൊക്കെ പെരുമാറേണ്ടി വന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല. നിങ്ങളുമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനും വളരെ അഭിമാനപൂർവ്വം നിങ്ങളെ ചേർത്ത് പിടിക്കാനും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വേറൊരാളുടെ ആകുന്നത് ഇവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം ഇവിടെ ഏഞ്ചൽസ് പറയുന്നതും വെയിറ്റ് ചെയ്യാനാണ്, നിങ്ങളോട് കാത്തിരിക്കാൻ തന്നെയാണ് ഇവിടെ മാലാഖമാരും നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ 333, 444, 555 എന്നീ ഏഞ്ചൽ നമ്പേഴ്സ് തുടർച്ചയായി കാണുന്നുണ്ടാകാം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, മാലാഖമാർ ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വളരെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം സാക്ഷാത്കരിക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ആവശ്യമാണ്. പിന്നെ ഇടക്കാലത്ത് വെച്ച് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾ പലപ്പോഴും സംശയിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നിക്കുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെ സംശയിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. നിങ്ങൾ മറ്റാരുടേതാകുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. കാരണം ഈ വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും ആവുകയില്ല എന്നുള്ളത് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് അത് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ആത്മീയ ബന്ധമാണ്. അതായത് മറ്റുള്ളവരെ പോലെ കേവലം ഒരു സമയം പോക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. ഇത് തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. ആത്മീയ തലത്തിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുകയില്ല. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂഷനായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത്രയും പവിത്രതയോട് കൂടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും നോക്കി കാണുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. മാലാഖമാർ പറയുന്നത് ക്ഷമിക്കുവാനാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഒന്ന് കാത്തു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ദേഷ്യത്തിന്റെ പുറത്തോ വാശിയുടെ പുറത്തോ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ പറയരുത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് പറയാനുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി തന്നിട്ട് നിങ്ങൾ റീഡിംഗ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.